ായിരിക്കുന്ന ഭഗവാൻ മനുഷ്യനും മൃഗവും കൂടി ചേർന്നിരിക്കുന്ന രൂപത്തെ എടുത്ത് അത് ആ ഉച്ചത്തിൽ നാവുകളൊക്കെ പുറത്തേക്ക് നീട്ടി തന്റെ തീക്കട്ടകളൊക്കെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ട് ധംഷ്ടകളൊക്കെ പുറത്തേക്ക് നീട്ടിക്കൊണ്ട് ഉച്ചത്തിൽ അലറിയപ്പോ ലോകം മുഴുവൻ കീഴടക്കിയെന്ന് അഭിമാനിച്ച ഹിരണ്യകശിപു പോലെ ഒരു നിമിഷത്തേക്ക് പേടിച്ചുപോയി എന്നാണ്. ആ ഒരു നിമിഷം ഭഗവാൻ എല്ലാ ശക്തിയിലൂടെയും ഗംഭീരമായി ഗർജിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ചാടുമ്പോൾ ഹിരണ്യകശിപു തന്റെ വാളെടുത്ത് ഭഗവാന്റെ നേരെ ഓടുന്നു. ബ്രഹ്മാവ് പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്തു, എന്നെ കൊല്ലാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ. ആ സമയത്ത് ദേവന്മാരൊക്കെ ഭഗവാന്റെ അത്ഭുതമായ അവതാരത്തെ കാണാൻ വേണ്ടി വന്നപ്പോ അവര് പോലും പേടിച്ചുപോയതാണ്. എന്നാൽ ആ അവതാരം വരുന്ന സമയത്തും യാതൊരു പേടിയുമില്ലാതെ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്നു ഭഗവാന്റെ മുന്നിൽ പ്രഹ്ലാദൻ. ഭഗവാൻ ഉച്ചത്തിൽ അലറിയപ്പോ ഹിരണ്യകശിപു വാളുമായിട്ട് ഓടിയെടുക്കണോ, ഭഗവാൻ അലറിക്കൊണ്ട് അവന്റെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരത്തേക്ക് ദ്വന്ദ്വയുദ്ധങ്ങൾ നടന്ന് സന്ധ്യാസമയമായപ്പോ ഭഗവാൻ മനസ്സിലാക്കി ബ്രഹ്മാവിന്റെ വാക്കുകളെ സത്യമാക്കി തീർക്കണമെന്ന്. സന്ധ്യയ്ക്ക് പകൽ കൊല്ലരുത്, രാത്രി കൊല്ലരുതെന്നാണല്ലോ വരങ്ങൾ കൊടുത്തിരിക്കുന്നത്. എപ്രകാരമാണോ താഴെയിരിക്കുന്ന ഒരു പാമ്പിനെ ഒരു ഗരുഡൻ തന്റെ കൈകളിൽ തന്റെ നഖങ്ങളിൽ കോർത്തെടുത്ത് ആകാശത്തേക്ക് പറന്നു പോകുന്നത്, അതുപോലെ ഭഗവാൻ ആ ശക്തനെന്ന് അഭിമാനിച്ച അഹങ്കരിച്ച ഹിരണ്യകശിപുവിന്റെ മേലേക്ക് ചാടി വീണുകൊണ്ട് തന്റെ കൂർത്തമൂർത്ത നഖങ്ങളെ കൊണ്ട് അവന്റെ വയറുകളും മാറുകളും കുത്തി എടുത്തുകൊണ്ട് നേരെ കൊണ്ടുപോവുകയാണ്. അവനിങ്ങനെ ആ കൈകളിൽ കടന്ന് പെടഞ്ഞ് അലറിക്കൊണ്ടിരുന്നു. ഭഗവാൻ ബ്രഹ്മാവിന്റെ വാക്കുകൾ ഓർത്തു, അകത്തു വെച്ച് കൊല്ലരുത്, പുറത്തു വെച്ച് കൊല്ലരുതെന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? അകത്തും പുറത്തല്ലാത്ത ഉമ്മറപ്പടിയിൽ തന്റെ ശരീരത്തെ ഇരുത്തിക്കൊണ്ട് അവന്റെ ശരീരത്തെ തന്റെ മടിയിലേക്ക് കടത്തി. അതൊരു ഭാഗ്യം അവൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് ഭഗവാൻ ഓർത്തു, ഇവനെ കൊല്ലുകയാണെങ്കിൽ രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, സന്ധ്യാസമയമാണല്ലോ, ഇപ്പോഴാണ് കൊല്ലേണ്ട സമയമെന്ന്. ഇനി ആയുധങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്റെ കൂർത്തമൂർത്ത നഖങ്ങള് അവന്റെ വയറ്റിലേക്ക് കുത്തിയിറക്കിക്കൊണ്ട് ആ രക്തമെല്ലാം അതിൽ നിന്ന് പുറത്തു വന്നപ്പോ ആവേശത്തോടുകൂടി ഭഗവാൻ അതെല്ലാം കോരിയെടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് അവന്റെ കുടലും മാലകളൊക്കെ പറിച്ചെടുത്ത് തന്റെ കഴുത്തിൽ അണിഞ്ഞ് ആകെ രക്താങ്കിതമായിരിക്കുന്ന മുഖം അവൻ ഭഗവാന്റെ മടിയിൽ കിടന്ന് പെടഞ്ഞു. ഉച്ചത്തിൽ അവൻ അലറാൻ തുടങ്ങി. ഭഗവാൻ അതിനേക്കാളും ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് സമയങ്ങളെ കൊണ്ട് ഭഗവാൻ അവനെ ഒരു ശവമാക്കി തീർത്തു. അവന്റെ ശരീരത്തെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് ഭഗവാന്റെ ആ മുഖം ദേവന്മാരൊക്കെ നോക്കുമ്പോൾ രക്തത്താൽ നിറഞ്ഞിരിക്കുന്നു, കുടലും മാലകളും നിറഞ്ഞ് ഭഗവാനത അതിഭയാനകമായൊരു രൂപത്തെ, ബീഭത്സകരമായ ഘോരമായൊരു ഭാവത്തെ എടുത്തിരിക്കുന്നു. ആർക്കും അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ബ്രഹ്മാദി ദേവന്മാര് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അവിടുന്ന് അവതരിക്കുന്നതൊക്കെ എല്ലാവരെയും അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാനെ. ഇപ്പോ അവിടുന്ന് ഈ ഘോരമായ രൂപത്തിൽ ഭഗവാനെ, അതിഭയാനകമായ രൂപത്തിൽ ഞങ്ങളെയൊക്കെ നോക്കുന്നു. അവിടുന്ന് ശാന്തമാവൂ ഭഗവാനെ. ഭഗവാനെ, അവിടുത്തെ അവതാരലീല കഴിഞ്ഞിരിക്കുന്നു, ഹിരണ്യകശിപുവിനെ അവിടുന്ന് വധിച്ചിരിക്കുന്നു, ശാന്തമാവൂ എന്ന് ഓരോ യക്ഷന്മാരും കിന്നരന്മാരും നാഗന്മാരും തുടങ്ങിയിട്ടുള്ള ദേവന്മാരുടെ എല്ലാ വംശക്കാരും പ്രാർത്ഥിച്ചുവെങ്കിലും ഭഗവാനെ ശാന്തമാക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ബ്രഹ്മാവ് ചെന്ന് ലക്ഷ്മീദേവിയോട് പറഞ്ഞു, അവിടുത്തെ ഭർത്താവാണല്ലോ, പോയി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ശാന്തമാക്കൂന്ന്. ഉടൻ ലക്ഷ്മീദേവി പറയാണ്, ഇങ്ങനൊരു കോലം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, എന്നെ കൊണ്ട് പറ്റില്ല അടുത്തേക്കൊന്നും പോവാന്ന്. ലക്ഷ്മീദേവി മാറി നിന്നു പറയാണ്. ആ സമയത്ത് ബ്രഹ്മാവ് നോക്കുമ്പോണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് യാതൊരു ഭയവുമില്ലാതെ പ്രേമഭക്തിയാൽ നിറഞ്ഞ് ആ ഘോരരൂപമായ ഹിരണ്യകശിപു നരസിംഹമൂർത്തിയിലൂടെ പോലും തന്റെ നാരായണനെ കാണുന്ന പ്രഹ്ലാദനെ, ആ പ്രഹ്ലാദന്റെ അടുത്ത് നിന്ന് ശിരസിൽ തൊട്ടിട്ട് പറഞ്ഞു, ഉണ്ണിക്ക് മാത്രമേ ഇനി ഭഗവാനെ ശാന്തമാക്കാൻ സാധിക്കുള്ളൂ. ആ ഒരു നിമിഷം യാതൊരു ശങ്കയുമില്ലാതെ, അല്പം പോലും ഭയമില്ലാതെ കൈകൾ കൂപ്പിക്കൊണ്ട് പ്രഹ്ലാദൻ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുന്നതും പ്രേമാധിക്യത്താൽ കണ്ണിൽ നിന്ന് ആനന്ദാശ്രുക്കൾ ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചതും ആ ഒരു നിമിഷം ഘോരരൂപമെടുത്ത ഭഗവാൻ പോലും ശാന്തനായി തീർന്നു എന്നാണ്. ഇനി ആ പ്രഹ്ലാദനെ പിടിച്ചുയർത്തി പ്രഹ്ലാദൻ ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ ഏറ്റവും മനോഹരവും ഏറ്റവും വലുതുമായൊരു സ്തുതി. പ്രഹ്ലാദ സ്തുതിയായിട്ട് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് നമുക്ക് നാളെ കാണാം. അതിനുശേഷം പിന്നീട് ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നത്, പ്രഹ്ലാദൻ ഭഗവാനോട് പറയുന്ന 2 കാര്യമുണ്ട്. ആരാണ് യഥാർത്ഥ ഭക്തൻ, ആരാണ് ഭഗവാൻ, ഇത് നിർവചിക്കുന്ന ഒരു 5 വയസ്സുള്ള അസുര ബാലനെ നമുക്ക് ഭാഗവതത്തിൽ കാണാം. അതിനുശേഷം പിന്നീട് നാളെ അവതാരങ്ങളുടെ ഒരു ക്യൂ ആണല്ലോ.
രാവിലെ തന്നെ ഗജേന്ദ്രമോക്ഷം, അത് കഴിഞ്ഞാൽ പിന്നെ മോഹിനി കൂർമാവതാരം, അത് കഴിഞ്ഞാൽ പിന്നെ മോഹിനിയായിട്ട് ഭഗവാൻ വരുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ വാമനമൂർത്തിയായിട്ട് വരുന്നത്, അത് കഴിഞ്ഞാൽ മത്സ്യമായിട്ട് അവതരിക്കുന്നത്, അത് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമിയായിട്ട് അവതരിക്കുന്നത്, അത് കഴിഞ്ഞാൽ പരശുരാമസ്വാമിയായിട്ട് അവതരിക്കുന്നത്. നാളെ സന്ധ്യയോട് സംബന്ധിച്ച് നമുക്ക് സമയത്ത് ഭഗവാൻ കലിയുഗത്തിന് മുമ്പ് ദ്വാപരയുഗത്തിൽ ദേവകീദേവിയുടെ പുത്രനായി ഇവിടെ അവതരിച്ച ഭാഗവത രൂപത്തിലേക്ക് വന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തെ കാണാം. അതെല്ലാം നാളത്തേക്ക് വെച്ചുകൊണ്ട് ഇവിടെ വെച്ച് ഉപസംഹരിപ്പിക്കുന്നു. എല്ലാവർക്കും ആ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം സദാ ഉണ്ടായി ജീവിതത്തിൽ സർവ്വദുഃഖങ്ങളും ഭയങ്ങളും അതുപോലെ അവശതകളും നീങ്ങി സദാ നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഉപസംഹരിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ 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 കാരുണ്യ സിന്ധോ. നാരായണ 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 രാധ ഗോവിന്ദ. നാരായണ നാരായണ രാധ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ശരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശിരവത്സല ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാളെ പതിവ് പോലെ 6 മണിക്ക് ആരംഭിക്കും.